ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഏതോ ജന്മകൽപ്പന പുത്തൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി വരുന്ന നമ്മുടെ ഏതോ ജന്മകൽപ്പന എപ്പിസോഡിൽ നമ്മുടെ ശ്രുതിയുടെ നിരപരാധിത്വം നമ്മുടെ അശ്വിൻ അറിയുന്ന ഒരു നിമിഷങ്ങളാണ് കൂട്ടുകാരെ വരാൻ പോകുന്നത്. നമ്മുടെ അശ്വിൻ പതുക്കെ പതുക്കെ പോകെ നമ്മുടെ ശ്രുതി പറയുന്നതൊക്കെ മനസ്സിലാക്കി, ശ്രുതി പറയുന്നതൊക്കെ വിശ്വസിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാട്ടോ. നമ്മുടെ ശ്യാമിന്റെ ഒരു ചതി മാത്രമാണ് നമ്മുടെ അശ്വിൻ തിരിച്ചറിയുകയാണ്. ആ ഒരു ചതിയിലേക്ക് നമ്മുടെ ശ്രുതിയുടെ ജീവിതവും കൂടി ഇല്ലാതാക്കാൻ, ശ്രുതിയെ കൂടി വലിച്ചെടുക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മുടെ അശ്വിൻ പിന്നീട് അറിയുകയാട്ടോ. അങ്ങനെ നമ്മുടെ ആ ഒരു അശ്വിൻ ശ്രുതി ആ ഒരു കല്യാണം, ആ ഒരു എന്താ പറയാ കോൺട്രാക്ട് വെറും 6 മാസത്തേക്കായിരുന്നല്ലോ. ആ 6 മാസത്തേക്ക് എന്നുള്ളത് അശ്വിൻ അപ്പാടെ വെട്ടുകയാണ് നമ്മുടെ ശ്രുതിയെ എന്നേക്കുമായ ഒരു ജീവിതസഖിയായിട്ട് കൂട്ടാൻ തന്നെയാണ് നമ്മുടെ അശ്വിന്റെ ആ ഒരു എന്താ പറയാ തീരുമാനം. അതേ കൂട്ടുകാർ, നമ്മുടെ അശ്വിന്റെ നേരത്തെ തന്നെ നമ്മുടെ ശ്രുതി ഇഷ്ടമായിരുന്നു, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ നമ്മുടെ ശ്രുതി അകപ്പെട്ടത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്ന പോലെ ഇങ്ങനെ താലി കെട്ടേണ്ടി വന്നതും അതിന് 6 മാസത്തേക്ക് കാലയളവും വെച്ചത് അല്ലെ. പക്ഷെ നമ്മുടെ ശ്രുതി ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ ശ്രുതിയുടെ മാറുമ്പോൾ നമ്മുടെ അശ്വിൻ വീണ്ടും ആ ഒരു പഴയ പ്രണയത്തോടു കൂടി നമ്മുടെ ശ്രുതിയെ നെഞ്ചോട് ചേർക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് ഇവർ ഒരുമിച്ചാണ് നമ്മുടെ ശ്യാമിനെ അവിടുന്ന് തുരത്താനുള്ള പണികളൊക്കെ നോക്കുന്ന കേട്ടോ. അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെയായിട്ട് കൂട്ടുകാരെ വരാൻ പോകുന്നത്. മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.